ഹലോ, ഞാനിന്ന് മസാലകളില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്ച്ചോറിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഈ റെസിപ്പി എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. വരൂ, നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചോറുണ്ടാക്കുന്നതിനായി പച്ചമുളക് 8 എണ്ണം, നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് തേങ്ങ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകം, ഏലക്കായ്, വഴനയില, പട്ട, ഗ്രാമ്പു, കുറച്ച് പുതിന. ചൂടാക്കിയ തവയിൽ പെരിഞ്ജീരകവും തേങ്ങയും ഇട്ട് നന്നായി ഈർപ്പം പോകുന്നത് വരെ ചൂടാക്കുക. അതേസമയം തേങ്ങാപ്പാൽ എടുക്കുന്നതിനായി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചിരവെച്ച ഒരു തേങ്ങ മിക്സിയിലിട്ട് ചുടുവെള്ളം ഒഴിച്ച് ചെറുതായി അടിച്ചെടുക്കാം. അരച്ച തേങ്ങ പിഴിഞ്ഞെടുക്കാം. ബാക്കി പാലിനായി മിക്സിയിൽ ഒന്നുകൂടി ചുടുവെള്ളം ഒഴിച്ച് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു ബൗൾ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ബൗൾ ബിരിയാണി അരിയാണ് എടുക്കാൻ പോകുന്നത്. അതിന് ഡബിൾ തേങ്ങാപ്പാൽ വേണം. ബാക്കിയുള്ള തേങ്ങയും ചുടുവെള്ളം ഒഴിച്ച് ഒരു ബൗൾ കൂടി എടുക്കാം. പോരെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് 2 ബൗളാക്കി വയ്ക്കാം. ചൂടായ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് പെരിഞ്ജീരകം 1 സ്പൂണും പട്ടയും ചേർക്കുക. പിന്നീട് ഏലക്കായ് 4 എണ്ണം, വഴനയില, ഗ്രാമ്പു 8 എണ്ണം എല്ലാം ഇട്ട് ചെറുതായി ഇളക്കുക. പുതിന, നടുവിളർന്ന് 8 പച്ചമുളക് കൂടെ ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴറ്റിയതിന് ശേഷം കഴുകി വെച്ച 1 ബൗൾ ബിരിയാണി അരി ചേർക്കാം. ഇതിലേക്ക് അളന്നു മാറ്റി വെച്ച 2 ബൗൾ തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തേങ്ങാപ്പാലിലായതുകൊണ്ട് 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ചോറ് റെഡിയായിരിക്കുകയാണ്. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും ഇട്ട് അലങ്കരിക്കാം.